എല്ലാ പേർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നാരങ്ങ അച്ചാറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പല രീതിയിൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഞാൻ 6 നാരങ്ങ, നല്ല വലിയ സൈസിലുള്ള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലൊരു ടൂത്ത് പിക്ക് ഇട്ട് കുറച്ച് ഹോളിൽ ഇട്ട് കൊടുക്കണം, ഫുൾ ഇട്ട് കൊടുക്കണം. ടൂത്ത് പിക്ക് തന്നെ യൂസ് ചെയ്യണം. വലിയ ഷാർപ്പായിട്ടുള്ള കട്ടി കൂടിയത് ഉപയോഗിക്കുകയാണെങ്കിൽ നാരങ്ങ പൊട്ടിപ്പോകും. അത് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമ്മൾ എല്ലായിടത്തും ഹോളിടണം. മസാലയും നല്ലെണ്ണയും ഉപ്പുമൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എണ്ണയിലിട്ടത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാൻ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് നല്ലെണ്ണ, കുറച്ച് അധികം നല്ലെണ്ണ ഉപയോഗിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, നല്ലെണ്ണ തന്നെ വേണം. ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നാരങ്ങ നല്ല സ്മൂത്ത് ആവണം, അതാണ് പരുവം. ഇപ്പം നല്ല കട്ടിയായിട്ടിരിക്കുക, നല്ല സ്മൂത്ത് ആവണം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. നമ്മളത് കുറച്ച് ടൈം എടുത്ത് തന്നെ ഇളക്കി അതിനെ സ്മൂത്താക്കി എടുക്കണം കേട്ടോ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ വളരെ ടേസ്റ്റിയാണ് ഈ നാരങ്ങ അച്ചാർ. കുറച്ച് ദിവസം വച്ചേക്കേണ്ടതും വരും, പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ലപോലെ സ്മൂത്തായിട്ടുണ്ട് നാരങ്ങ. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുറിച്ചെടുക്കാവൂ. അപ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതിൻ്റെ ഈ കറയില്ലേ, ഒരു ബ്രൗൺ കളർ, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടച്ചെടുത്താലും മതി. എല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ എല്ലാം വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് അളവിലാണോ, ഏത് സൈസിലാണോ വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്യും. ഞാനിപ്പോൾ നീളത്തിനാണ് കട്ട് ചെയ്യുന്നത്. ഒരു 3-4 പീസാക്കി ആയിട്ടാണ്. ഒരു പീസിന് 3, ഒരു ചെറിയ രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഒരു പീസില്ല, അതിനെ 3 ആക്കിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മറ്റേത് വലുതായി പോവും. നിങ്ങൾക്ക് ഏത് സൈസിൽ സ്ക്വയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് മുഴുവനുമായിട്ട് മുറിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ എല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാം ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇടാൻ കുറച്ച് പച്ചമുളക് വേണം. നമുക്ക് ഉണ്ടൻ മുളകുണ്ട്, ഗ്രീൻ കളറിലുള്ള, അതാണ് ഈ അച്ചാറിന് കൂടുതൽ യോജിക്കുന്നത്. പക്ഷേ എൻ്റെ ഇപ്പോൾ അതില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു പാനിൽ നമ്മൾ ആദ്യം വഴറ്റിയില്ല ആ പാൻ, അതിലെ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി 6-7 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നാരങ്ങയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ അളവും കൂട്ടണം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നീരൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നില്ലേ വെളുത്തുള്ളി, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എണ്ണയൊക്കെ നമ്മൾ വഴറ്റി ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കണം. അപ്പോൾ അത് കട്ടായി പോയിട്ടുണ്ട്. ഞാൻ മസാലകൾ ചേർക്കുന്നത് ഞാൻ പറയാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് കട്ടായി പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെന്നും ക്ഷമിക്കണേ, എല്ലാവരും ഒന്ന് കട്ടായി പോയി വീഡിയോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഇതിൽ ഒഴിക്കണം. വിനാഗിരി നിങ്ങൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ നമ്മൾ ചൂടാക്കി വെക്കണം. എന്നിട്ട് അത് തണുത്തതിന് ശേഷം ഇതിൽ കൂടി ഒഴിക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ ഇതിലൊഴിക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലെണ്ണയും കൂടി ഞാൻ ഒഴിച്ച് ഇതൊന്നും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എല്ലായിടും ഈ മസാലകളൊക്കെ പഠിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ, നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണ്. ഇത് കുറച്ച് ദിവസം, ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വച്ചിട്ട് വേണം എടുക്കേണ്ടത്. ഉടനെ തന്നെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.